വളരെ ഹാപ്പിയാണ്. ഞങ്ങളെല്ലാം ഈ നിൽക്കുന്ന എല്ലാ ഓഡിയൻസും ഹാപ്പിയാണ്. ഓക്കെ. പോലെ സർവിങ് കാണുമ്പോൾ അറിയാൻ കണ്ടോ. വിവരമില്ലാത്ത ഹലോ ഹായ് നമസ്കാരം, ഞാൻ അമലാണ്. ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് കൊല്ലത്തിന്റെ സ്വന്തം ഹൃദയഭാഗമായ നമ്മുടെ സ്വന്തം ചിന്നക്കടയിലാണ്. ഇവിടെ നമ്മുടെ വേണ്ടാതെ കിടന്നിരുന്ന കുറച്ച് ആ പാലത്തിന്റെ താഴെയുള്ള ഭാഗങ്ങളെല്ലാം വൃത്തിയാക്കി സാധാരണക്കാർക്കും ആൾക്കാർക്കും എല്ലാവർക്കും ഉപയോഗപ്പെടുന്ന രീതിയിൽ കളിസ്ഥലങ്ങളും ചെസ്സിന്റെ പ്ലേ സ്ഥലങ്ങളും ഫുട്ബോൾ ഗ്രൗണ്ടും ഷട്ടിൽ ഗ്രൗണ്ടും എല്ലാം ചെയ്തുകൊണ്ട് നമ്മുടെ സ്വന്തം മുഹമ്മദ് റിയാസ് ഇന്ന് ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് കണ്ടിട്ട് വരാം. കൊല്ലത്തിൻ്റെ മുഖച്ഛായ തന്നെ മാറ്റുന്ന രീതിയിലുള്ള നവീകരണമാണ് കൊല്ലം കോർപ്പറേഷൻ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. കൊല്ലത്തിൻ്റെ 75-ാം വാർഷികം ആശ്രമ ഗ്രൗണ്ടിൽ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ കൂടെ തന്നെ CPM-ൻ്റെ സംസ്ഥാന സമ്മേളനവും നമ്മുടെ കൊല്ലത്ത് വെച്ചായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കൊല്ലം അടിപൊളി ലുക്കിലായിരുന്നു. കൊല്ലം കോർപ്പറേഷൻ്റെ ഈ ഒരു പദ്ധതിയിൽ എനിക്കിഷ്ടപ്പെട്ട ഈ ഒരു ബോർഡ്, ഈ ബോർഡിൻ്റെ മുമ്പിൽ വന്ന് നിന്നാൽ നമുക്കറിയാൻ പറ്റും ഓരോ ടൂറിസ്റ്റ് പ്ലേസിലേക്കും എത്ര ദൂരം വെച്ചുണ്ടെന്നാണ്. ഹായ് ബ്രോസ്. ഇവിടെ ഉള്ളതാണോ നിങ്ങളെല്ലാവരും? കണ്ണൂർ. ബ്രോഡ് ഉള്ള ഇത്തിക്കര. ബ്രോഡ് ഉള്ള കണ്ണൂർ. ഇവിടെ വന്നിട്ട് ഇപ്പോൾ ഇവിടുത്തെ എക്സ്പീരിയൻസ് കണ്ടിട്ട് എങ്ങനെ തോന്നുന്നു? നല്ലതായിട്ട് തോന്നുന്നു അല്ലേ? ഇഷ്ടപ്പെട്ട ഏതായിരുന്നു? ഏത് സ്പോർട്സ് ആയിരുന്നു? ബാഡ്മിന്റനും ചെസ്സിന്റെ ഒക്കെ അടിപൊളിയായിരുന്നു. ആംബിയൻസ് ആണ്. ഇപ്പോഴത്തെ പിള്ളേരുടെയൊക്കെ ഒരു 2K കിഡ്സ് എന്നൊക്കെ പറയുന്നതിന്റെ ഒരു അവരുടെയൊക്കെ ഒരു മൈൻഡ് നല്ലതായിരിക്കും അല്ലേ? അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം അടിപൊളിയായിരുന്നു അല്ലേ? ഓക്കെ, താങ്ക് യു ബ്രോ, താങ്ക് യു. ഇത് സെക്കൻഡ് കോർട്ടാണ്. അത് ഇവിടെ വോളിബോളിൻ്റെ ഒറ്റ കോർട്ടേ ഉള്ളൂ. ഇവിടുത്തെ ഒരു ഏറ്റവും വലിയ പ്രശ്നമായിട്ട് തോന്നുന്നത് ലൈറ്റിൻ്റെ ഒരു പ്രശ്നമാണ്. ലൈറ്റ് ഭയങ്കര ഡിമ്മാണ്. ലൈറ്റ് ഇല്ലെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അവിടെ ലൈറ്റ് ഉണ്ട്, പക്ഷെ അത് കത്താത്തയാണോ എന്നും അറിയത്തില്ല. അവൻ്റെയൊക്കെ പവർ സർവാണ്. വന്ന് നെഞ്ചത്തോട്ട് കയറി കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അടിപൊളി അടിക്കൊള്ളായിരുന്നു. ഫിനിഷ് ചെയ്തു. നമ്മളുടെ ടീമായിട്ടായിരുന്നു, നമ്മുടെ പയ്യന്മാരാ. നമുക്ക് 2 പിള്ളേരെ കിട്ടിയിട്ടുണ്ട്. അൻഷാദ് പറയൂ, എന്താണ്, എങ്ങനെ ഉണ്ടായിരുന്നു ഇവിടുത്തെ അനുഭവം? അടിപൊളിയാണോ? ഷട്ടിൽ കോട്ട് എങ്ങനെ ഉണ്ട്? നല്ല കോട്ടാണോ? പിള്ളേരും ഉണ്ട്. ഇവിടെ കാറ്റൊക്കെ എങ്ങനെ ആണോ? വോളിബോൾ എങ്ങനെ ഉണ്ടായിരുന്നു അവിടുത്തെ? എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചെസ്, അതിനൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? സെറ്റ് അല്ലേ? പോട്ടെ. അനിയൻ വരുന്നുണ്ട്, അവൻ്റെ അടുത്ത് വയ്ക്കാൻ. അഖിലസ്റ്റേന്നല്ലേ പേര്? ഓക്കെ, എങ്ങനെ ഉണ്ടായിരുന്നു ഇവിടുത്തെ അനുഭവം? നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഇവിടെ കൊല്ലംകാർക്ക് ആദ്യമായിരിക്കും ഇതുപോലൊരു എക്സ്പീരിയൻസ്. ആണോ? അത്ര ഉള്ള പറയാൻ ബെറ്റർ ആയിരിക്കും. ട്രിവാൻഡ്രത്തും കൊച്ചിയിലൊക്കെ ഉണ്ടല്ലോ ഇത് കണക്കുള്ള. പക്ഷെ അത് കൊല്ലത്തിന് മാത്രം സ്വന്തം അല്ലേ? അതെ, കൊല്ലത്തിൽ പാലത്തിനടിയിലെ ഒരു കോട്ട് കൊല്ലത്തിന് ആദ്യം. ചേട്ടാ, ചേട്ടൻ്റെ പേരെന്തായിരുന്നു? എൻ്റെ പേര് തമ്പിരാജ് എന്നാണ്. ചേട്ടാ, ഇവിടെ എത്ര നാൾ കളിക്കുന്നത്? ഞങ്ങളിപ്പോൾ കളി തുടങ്ങിയത് ഞങ്ങൾ കേക്ക് മുറിച്ച് ഉദ്ഘാടനം നടത്തിയത് ആണല്ലേ? ഞങ്ങൾ കുറേ കുട്ടികളുമായിട്ട്, കുറേ ബാച്ചിലേഴ്സ്, കുറേ സീനിയർ സിറ്റിസൺ, എല്ലാവരും ഉണ്ടായിരുന്നു. എങ്ങനെയുണ്ട് ഇവിടുത്തെ എക്സ്പീരിയൻസ്? എങ്ങനെയുണ്ട്? കോർട്ട് കൊള്ളാം. ആവറേജ് കോർട്ട്. ഇൻഡോർ കോർട്ടിന്റെ സ്വഭാവം അല്ലെങ്കിലും ആവറേജ് കോർട്ട് കൊള്ളാം. നല്ല കൊള്ളാം. എല്ലാവരും കളിക്കാൻ ആകാംക്ഷയോട് വരുന്നുണ്ട്. പിള്ളേർ വരുന്നുണ്ട്, ബാച്ചിലേഴ്സ് വരുന്നുണ്ട്, പെൺകുട്ടികൾ വരുന്നുണ്ട്. പെൺകുട്ടികൾ ഇന്നലെ 3-4 പേരുമായിട്ട് ഞങ്ങൾ കളിക്കുകയും ചെയ്തു. അങ്ങനെയൊക്കെ ഉള്ള അനുഭവം കൊള്ളാം. ഈ കോർട്ട് നമുക്ക് ഉപയോഗപ്പെടും. നമ്മുടെ കോർപ്പറേഷന്റെ അധികാരികൾ ഇത് ചെയ്തത് വളരെ മനോഹരമാക്കിക്കൊണ്ടാണ് അവർ ചെയ്തിരിക്കുന്നത്. അവിടെ വളരെ ദീർഘവീക്ഷണത്തോടെ അവർ ചെയ്തിരിക്കുന്നത്. കൊള്ളാം. നല്ല കാറ്റിന്റെ ഒരു കാര്യത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാറ്റിന്റെ ഒരു കാര്യം കോർപ്പറേഷൻ അധികൃതമായിട്ട് സംസാരിച്ചതിന് ശേഷം എന്തെങ്കിലും ഒരു തീരുമാനത്തിലെത്തി ഇൻഡോർ കോർട്ട് ആക്കാൻ അവർക്ക് സമ്മതമാണെങ്കിൽ അവർ അതിന് തയ്യാറാവുകയാണെങ്കിൽ നമ്മളും ബില്ലിംഗ് ആവും. അതേ ഉള്ളൂ നമുക്ക് പറയാം. അതേ ഉള്ളൂ. പിന്നെ സംഭവം മൊത്തത്തിൽ അടിപൊളിയാണല്ലേ? വളരെ ഹാപ്പിയാണ്. ഞങ്ങളെല്ലാം ഈ നിൽക്കുന്ന എല്ലാ ഓഡിയൻസും ഹാപ്പിയാണ്. ഓക്കെ, അപ്പോൾ താങ്ക് യു ചേട്ടാ. ഓക്കെ, ശരി. ഈ ഒരു ബ്രിഡ്ജ് എന്ന് പറയുന്നത് കൊല്ലം ബീച്ചിൽ നിന്ന് SN കോളേജിലേക്കുള്ള ബ്രിഡ്ജാണ്. അപ്പോൾ അവിടെ ഞങ്ങൾ കുറച്ച് നേരം ഞാനും നീത്തുകാട്ടി നമ്മളെ കുറച്ച് ഇരിക്കുകയായിരുന്നു. ഫാമിലി ആയിട്ടൊക്കെ വന്നിട്ട് ഇവിടെ കുറച്ച് നേരം ഇങ്ങനെ സ്പെൻഡ് ചെയ്യാനും
ഒക്കെ നമ്മുടെ ഈ ഒരു പാർക്ക് അടിപൊളിയാണ്. പേഴ്സണലി പറയുകയാണെങ്കിൽ അടിപൊളി ഒരു സംരംഭം തന്നെയാണ് ഈ ഒരു രീതി ചെയ്തിരിക്കുന്നത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കെന്താ പൈസ ചിലവോ ടിക്കറ്റ് ചാർജസോ ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഇവിടെ കുറേ സമയം സ്പെൻഡ് ചെയ്യാം, ഫാമിലിയായിട്ട് വന്നിരിക്കാം, അതുപോലെ സ്പോർട്സ് ആക്ടിവിറ്റീസിലൊക്കെ ആണെങ്കിൽ ഏർപ്പെടാം. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചെസ്സാണ് കേട്ടോ. നമ്മളൊക്കെ മുമ്പ് പറഞ്ഞുകൊണ്ടിരുന്നത് ചെസ് ബോർഡെന്നോ അല്ലെങ്കിൽ ചെസ് ടേബിളെന്നോ അങ്ങനെയൊക്കെ ആയിരുന്നു നമ്മളൊക്കെ മുമ്പ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനി മുതൽ ഈ ഒരു കോർട്ടിന് നമുക്ക് വേണമെങ്കിൽ ചെസ് കോർട്ടെന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. കാര്യം ഒരാൾക്ക് നിൽക്കത്തക്ക രീതിയിലായിരുന്നു അതിനകത്തെ ഒരു ബോക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലുള്ള സ്പോർട്സുകൾ അല്ലെങ്കിൽ ഇതുപോലുള്ള ആക്ടിവിറ്റീസ് നമ്മുടെ കൊല്ലത്തും അതുപോലെ നമ്മുടെ സംസ്ഥാനങ്ങളുടെ എല്ലാ ജില്ലകളിലും കൊണ്ടുവരണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ തലമുറയും അല്ലെങ്കിൽ പഴയ തലമുറകളിലെ മുമ്പിലേക്ക് വരാത്ത ആൾക്കാരും എല്ലാവരും ഒരു സ്പോർട്സ് എന്ന് പറയുന്ന സംഭവത്തിലേക്ക് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ലഹരിയിലേക്കോ അല്ലെങ്കിൽ മറ്റുള്ള ആക്ടിവിറ്റീസിലേക്കോ ഒന്നും ഒരു മൈൻഡ് പോവാതെ അവരുടെ ഫ്രഷ് മൈൻഡായിട്ടിരിക്കാൻ പറ്റും. അതുമാത്രമല്ല ഇതുപോലുള്ള കുട്ടികളെയൊക്കെ നമ്മളൊരു ഒന്ന് പ്രോത്സാഹിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വരാൻ പോകുന്ന ചിലപ്പം വരുംകാല ചാമ്പ്യൻസ് ആയിരിക്കാം ഈ കുട്ടികളൊക്കെ. കാര്യം ഇപ്പോൾ തമിഴ്നാടൊക്കെ ഇപ്പോൾ ഓൾറെഡി അവർ ഇനിഷ്യേറ്റീവ് ചെയ്ത് കഴിഞ്ഞു. സ്കൂൾ ലെവലിലെ തന്നെ സ്പോർട്സ് ആക്ടിവിറ്റീസൊക്കെ മാക്സിമം ഇൻബിൽഡ് ചെയ്ത് അവരെ എല്ലാം ചാമ്പ്യന്മാരാക്കാനുള്ള എല്ലാം അവർ ഓൾറെഡി ഇറക്കി കഴിഞ്ഞു. എങ്ങനെയുണ്ട്? പൊളിയല്ലേ? കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെസ്സാണ് എനിക്ക് ഇവിടുത്തെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു ഹൈലൈറ്റ് സംഭവം. കാര്യം കൊച്ചു പിള്ളേർ വരെ അടിപൊളിയായിട്ടാണ് അവരുടെ കളി കളിക്കുന്നത്. പിന്നെ നമുക്ക് പിന്നെ ചെസ് കളി അറിയാത്തതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. പിന്നെ ഇവിടെ വേറെ സംഭവം, ഇവിടെ സ്കേറ്റിംഗ് ഉണ്ട്. എല്ലാവരും പോയി, ഇപ്പോൾ വളരെ കുറച്ച് പേര് മാത്രമേ ഇവിടെ ഉള്ളൂ. ഇതാണ് സ്കേറ്റിങ്ങിൻ്റെ പ്ലേസ്. ഇത്രയും സ്ഥലമുണ്ട്. കൊച്ചു പിള്ളേരൊക്കെ അവിടെ നിൽപ്പുണ്ട്. ആ സാധനത്തിൻ്റെ പേരെനിക്കറിയത്തില്ല. പിന്നെ നമുക്ക് അവിടെ എല്ലാം ഇരിക്കാനുള്ള കുറേ സ്ഥലങ്ങളുണ്ട്. പിന്നെ ഇവിടെ ഒരു ഫുട്പാത്തുണ്ട്. കൊച്ചു പിള്ളേരൊക്കെ ഇവിടെ നിന്ന് കളിക്കുന്നുണ്ട്. അവർക്കൊക്കെ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. ഇവിടെ കാറ്റാണ് ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത്. അല്ലാതെ എനിക്കൊരു ഷട്ടിൽ കളിക്കുന്നതിനകത്ത് വേറൊരു പ്രോബ്ലം തോന്നിയില്ല. ഇവിടെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇവിടെ കുറേ സമയം ഇങ്ങനെ മാറിയിരിക്കും കാറ്റ് കാരണം. പിന്നെ കളിക്കുന്നതൊന്നും അത്ര വലിയ പ്രൊഫഷണൽ പ്ലേയേഴ്സൊന്നും അല്ലെങ്കിലും ഈ കാറ്റാണ് ഏറ്റവും വലിയ പ്രശ്നം. ആ കൊടി പറക്കുന്ന കണ്ടാൽ എനിക്ക് മനസ്സിലാവും ഇവിടെ എത്രത്തോളം കാറ്റുണ്ടെന്ന്. അത് മാത്രമേ ഉള്ളൂ ഷട്ടിൽ കളിക്കുന്നതിനകത്ത് ഏറ്റവും വലിയ പ്രോബ്ലം. 2 കോർട്ടുണ്ട് ഷട്ടിലിന്. ഇപ്പോൾ സർവിങ് കാണുമ്പോൾ അറിയാം, കണ്ട ഷട്ടിൽ കോർട്ട് വരുന്നത് കണ്ടാൽ അറിയാം കാറ്റിൻ്റെ ഒരു. എനിക്ക് തോന്നുന്നു ഇവിടെ ഒരു നെറ്റ് കെട്ടിയാൽ ഓക്കെ ആവുമെന്ന് എനിക്ക് തോന്നുന്നത്. കണ്ടോ കോർക്ക് പോയ പോക്ക് കണ്ടോ. ചേട്ടൻ്റെ പേരെന്തായിരുന്നു? തൗഫീഖ്. ഇപ്പോൾ കൊല്ലത്തുള്ളതാണോ? സ്ഥലം എവിടാ? കൊട്ടിയതാണല്ലേ. ഇവിടെ വന്നിട്ട് എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. നൈറ്റൊക്കെ വന്ന് ഫാമിലിയായിട്ട് വരാനും കുട്ടികൾക്കൊക്കെ എൻജോയ് ചെയ്യാനും അടിപൊളിയാണല്ലേ. സ്പോർട്സിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി പിന്നെ എല്ലാം കൊണ്ടും നല്ലൊരു വൈബാണല്ലേ. ഓക്കെ, താങ്ക് യു ചേട്ടാ. കൊല്ലം കോർപ്പറേഷനിൽ നടപ്പിലാക്കിയ ഈ ഒരു പദ്ധതി ഗവൺമെൻറ്റിൻ്റെ പുതിയ പല പദ്ധതികൾക്കും തുടക്കമാകട്ടെ എന്നാണ് ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ജനറേഷനിലുള്ള കുട്ടികൾ അവർ വളർന്നു വരുന്നത് കൂടുതലും ഫോണിൽ സ്പെൻഡ് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ അവരുടെ ക്രിമിനൽ മെൻറ്റാലിറ്റിയും അതുപോലുള്ള ഈ ലഹരികളുടെ ഉപയോഗവും എല്ലാം കൂടി വരുന്നത് ഇതുപോലുള്ള സ്പോർട്സുകളിലൊന്നും ഏർപ്പെടാത്തതുകൊണ്ടാണ്. അപ്പോൾ ഇതുപോലുള്ള നല്ല സ്പോർട്സുകളിലൊക്കെ ഏർപ്പെട്ട് പുതിയ തലമുറയിലുള്ളവരുടെയും പഴയ തലമുറയിലുള്ളവരുടെയും മെൻറ്റാലിറ്റീസ് എല്ലാം പക്കയാവട്ടെ, അടിപൊളിയാവട്ടെ എന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ചാനൽ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പറ്റുമെന്നുണ്ടെങ്കിൽ ആ ഒരു ബെല്ലൈക്കനോട് അമർത്തുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ വ്യത്യസ്തമായിട്ടുള്ള വീഡിയോകളെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഉണ്ട്. അപ്പോൾ നമ്മുടെ ഈ കൊച്ചു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ഇറ്റ്സ് മീ ഗജമിത്ര സൈനിങ് ഓഫ്.